Students, Unit 1 Teaching Aptitude class ആണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. ഈ ഒരു യൂണിറ്റ് കൊണ്ട് ഒരു അധ്യാപകൻ എങ്ങനെയായിരിക്കണമെന്നും അധ്യാപകന്റെ ക്വാളിറ്റീസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഫ്രം ഫസ്റ്റ് ക്ലാസ്. സിലബസ് പഠിക്കാം. യൂണിറ്റ് 1 കുറിച്ച് പഠിക്കാം. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. Teaching aptitude എന്ന് പറയുന്നത് ഒരു essential tool for the assessment of teachers. It's a mode of evaluating the performance of individuals who wish to pursue the profession of teaching. This method refers to the necessary qualities required to become a successful teacher. അതായത് ഒരു സക്സസ്ഫുൾ ആയ അധ്യാപകൻ എങ്ങനെയായിരിക്കണം, അദ്ദേഹത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അദ്ദേഹത്തിന്റെ ഇവാലുവേറ്റിംഗ് പെർഫോമൻസ് ഒക്കെ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഈ ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ അധ്യാപകന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അധ്യാപകന്റെ ടീച്ചിങ് റിക്വയർമെന്റ്സ്, മെത്തേഡ് ഓഫ് ടീച്ചിങ്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. ദ കൺസെപ്റ്റ് ഓഫ് ടീച്ചിങ്. ടീച്ചിങ് എന്നൊരു കൺസെപ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ഒരു അധ്യാപനം? അതായത് ഒരു കുട്ടി ജനിച്ച് ആ കുട്ടി വളർന്ന് വലുതാവുമ്പോൾ അവന്റെ ജീവിതത്തിൽ രണ്ട് തരത്തിലുള്ള ഒരു ടീച്ചിങ് ആണ് നടക്കുക. അതായത് ഇൻഫോർമൽ ടീച്ചിങ് ആൻഡ് ഫോർമൽ ടീച്ചിങ്. ഇൻഫോർമൽ ടീച്ചിങ് എന്ന് പറയുന്നത് അവന്റെ ഫാമിലിയിൽ നിന്ന് നടക്കുന്ന ഒരു അധ്യാപനമായിരിക്കും. അതായത് പാരന്റ്സിന്റെ വക സ്കൂളിൽ പോകുന്നതിന് മുൻപ് തന്നെ ചില പാരന്റ്സ് കുട്ടികളെ എഴുതാൻ പഠിപ്പിക്കും, വായിക്കാൻ പഠിപ്പിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് ഇൻഫോർമൽ ടീച്ചിങ് എന്ന് പറയുന്നത്. സ്കൂളിൽ നിന്നും പഠിച്ചു വന്നതിന് ശേഷം അമ്മയുടെ വക ഒരു ക്ലാസ് ഉണ്ടായിരിക്കും. സോ ദാറ്റ്സ് ദ ഇൻഫോർമൽ ടീച്ചിങ്. അതർവൈസ് ഫോർമൽ ടീച്ചിങ് ടേക്സ് പ്ലേസ് ഔട്ട്സൈഡ് ദ ഫാമിലി. ഫാമിലിക്ക് പുറത്ത് നടക്കുന്ന ഒരു അധ്യാപനമാണ് ഫോർമൽ ടീച്ചിങ്. Formal teaching should be carried out by experienced faculty, teachers, editors, etc. So, experienced ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും ഫോർമൽ ടീച്ചിങ് നടത്തുക. ഇനി ഒരു ടീച്ചിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ ടീച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള നിരവധി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ടീച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഓരോ പോയിന്റ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് റീഡ് ഔട്ട് ചെയ്ത് വിടുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നുമെങ്കിലും ഓപ്ഷൻസിൽ കാണുമ്പോൾ നമുക്ക് വളരെ കൺഫ്യൂസിംഗ് ആയി തോന്നുന്ന ഒരു ടോപ്പിക് ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ്. ഓക്കെ, ടീച്ചിങ് ഈസ് എ സിസ്റ്റം ഓഫ് ആക്ഷൻസ് ദാറ്റ് നോട്ട് ഓൺലി വേരീസ് ഇൻ ഫോം but also relates to the content and students' behavior under the various conditions. ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ഓഫ് ആക്ഷൻസ് ആണ്. പക്ഷെ ഒരു സ്റ്റുഡന്റിന്റെ ബിഹേവിയർ, അതായത് സോഷ്യലി ഫിസിക്കലി ഉള്ള ഒരു വിദ്യാർത്ഥിയുടെ സ്വഭാവം, അത് ടീച്ചിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഒരു കുട്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളിലാണ് അവന്റെ സമയം ചിലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ടീച്ചർ ആയിരിക്കും അവന്റെ ഒരു ക്യാരക്ടർ ഫോം ചെയ്തെടുക്കുന്നത്, മോൾഡ് ചെയ്തെടുക്കുന്നത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയ, വളരെ ചലഞ്ചിങ് ആയ ഒരു പ്രൊഫഷൻ തന്നെയാണ് ടീച്ചിങ്. അതൊരു സ്കില്ലാണ്, ഇറ്റ്സ് എൻ ആർട്ട്. അതൊരു സയൻസ് അല്ല, ഇറ്റ്സ് എൻ ആർട്ട്. അതൊരു കലയാണ്. സോ ടീച്ചിങ് ഇസ് എ പ്രൊഫഷണൽ ആക്ടിവിറ്റി ദാറ്റ് ഇൻവോൾവ്സ് എ ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ് വിത്ത് ആൻ എയിം ടു ഡെവലപ്പ് എ സ്റ്റുഡൻസ് ഓവറോൾ പേഴ്സണാലിറ്റി. ഒരു കുട്ടിയുടെ പൂർണ്ണമായിട്ടുമുള്ള ഒരു വ്യക്തിത്വത്തെ രൂപീകരിക്കുന്നതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ റോള് വഹിക്കുന്ന ഒരാളാണ് അധ്യാപകൻ. ഓക്കെ, ഒരു ടീച്ചിങ് വളരെ നല്ല രീതിയിൽ നടന്നു എന്ന് നമുക്കൊരു ഒരു ഫീഡ്ബാക്ക് ലഭിക്കണം എങ്കിൽ ഒരു സ്റ്റുഡന്റിന്റെ ഓവറോൾ പേഴ്സണാലിറ്റിയെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഒരു സ്റ്റുഡന്റിന്റെ ഓവറോൾ പേഴ്സണാലിറ്റിയെ നോക്കുമ്പോൾ അവൻ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നു, അവന്റെ സംസാരം, അവന്റെ എക്സാം എഴുതാനുള്ള കഴിവ്, അത്തരം കാര്യങ്ങളെല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ടീച്ചർ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇറ്റ്സ് എൻ ഇന്ററാക്റ്റീവ് പ്രോസസ്. ഈ ടീച്ചിങ് എന്ന് പറയുന്നത് തന്നെ ഒരു ഇന്ററാക്റ്റീവ് പ്രോസസ് ആണ്. അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അത് വെർബൽ ആയിട്ടും നടക്കുന്നുണ്ട്, നോൺ വെർബൽ ആയിട്ടും നടക്കുന്നുണ്ട്. അത്തരം കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നമ്മൾ യൂണിറ്റ് 4 പരിചയപ്പെടും. സോ ഇതൊരു ഇന്ററാക്റ്റീവ് പ്രോസസ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ടാസ്ക് ആൻഡ് മേ ബി നീഡ് ടു അറ്റൈൻ എ സെറ്റ് ഓഫ് സ്കിൽസ് ഫോർ ദ റിയലൈസേഷൻ ഓഫ് സർട്ടൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് എയിംസ്. Teaching should be effective enough to engage the students. Okay, so these are the characteristics of teaching.
ഇനി ഒരു ടീച്ചിങ്ങിന്റെ ബേസിക് റിക്വയർമെന്റ്സ്, അതായത് ആവശ്യകതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ടീച്ചിങ്ങിൽ 3 തരത്തിലുള്ള വേരിയബിൾസ് ഉണ്ട്. ഡിപെൻഡന്റ് വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഇന്റർവെനിങ് വേരിയബിൾസ്. ഈ 3 വേരിയബിൾസ് ആണ് ഒരു ടീച്ചിങ്ങിൽ ഉള്ളത്. ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണലിസം ആണ്. അതിനൊരു പ്രൊഫഷണലിസം വേണം. ആൻഡ് സ്റ്റുഡൻസിന് ഒരു നല്ലൊരു കൊഹസീവ് ആയിട്ടുള്ള, വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ വെച്ച് ക്ലാസ് എടുക്കുന്നത് വളരെ നന്നായിരിക്കും. അതായത് സ്കൂളുകൾ എന്ന് പറയുന്നത് ഒരു കൊഹസീവ് എൻവയോൺമെന്റ് ആണ്. അവിടെ വെച്ചായിരിക്കും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഇരുന്ന് ക്ലാസ് എടുക്കുന്നതായിരിക്കും. ദാറ്റ് ഇസ് എ കൊഹസീവ് എൻവയോൺമെന്റ്. അതുകൂടാതെ ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിരിക്കണം. ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് വളരെ ഫ്രണ്ട്ലി ആയി, ടീച്ചറെ കാണുമ്പോൾ പേടിയില്ലാതെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെ ഒരുങ്ങുകയാണെങ്കിൽ ആ വിഷയത്തിൽ ആ സ്റ്റുഡന്റ് വളരെ ബ്രൈറ്റ് ആയിരിക്കും. നമുക്ക് ചില ടീച്ചേഴ്സിനോട് വളരെ ഇഷ്ടം തോന്നുന്നതിന്റെ റീസൺ അതാണ്. ആ ഒരു സ്റ്റുഡന്റ് ടീച്ചർ റിലേഷൻഷിപ്പ് വളരെ ഹെൽത്തി ആയതുകൊണ്ടാണ് ചില സബ്ജക്റ്റുകൾ നമ്മൾക്ക് ഇഷ്ടമാവുന്നതും മറ്റു ചില സബ്ജക്റ്റുകൾ നമ്മൾക്ക് ഇഷ്ടമാവാത്തതും. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടീച്ചേഴ്സ്, അതായത് ഒരു ടീച്ചർ എത്ര നന്നാവുന്നു ആ സബ്ജക്റ്റ് നമുക്ക് അത്രത്തോളം എളുപ്പമായിരിക്കും എന്നാണ് പറയുക. ആ ഒരു സ്റ്റുഡന്റിന് ഇന്ററാക്ഷൻ അവിടെ നടക്കും. സ്റ്റുഡൻസിന് പേടിക്കാതെ ടീച്ചറോട് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ചോദിക്കാം. സോ അതൊരു ഇമ്പോർട്ടന്റ് റിക്വയർമെന്റ് ആണ്. അതുകൂടാതെ സ്റ്റുഡൻസിന്റെ ഡിസിപ്ലിൻ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ് ആണ്. ഓക്കെ, below we have listed down the crucial characteristics of teaching. ടീച്ചിങ്ങിന്റെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ടീച്ചിങ് ടേക്ക് പ്ലേസ് ഇൻ എ ഡൈനാമിക് എൻവയോൺമെന്റ്. ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു കോഗ്നിറ്റീവ് ആക്ടിവിറ്റി ആണ്. കോഗ്നിറ്റീവ് ആക്ടിവിറ്റി പറഞ്ഞാൽ വളരെ വിജ്ഞാനപരമായ ഒരു പ്രക്രിയ. ഓക്കെ, ടീച്ചിങ് ഇൻക്ലൂഡ്സ് എ ലെങ്തി പീരീഡ് ഓഫ് സ്റ്റഡി ആൻഡ് ട്രെയിനിങ്. ഇറ്റ് ഹാസ് എ ഹൈ ഡിഗ്രി ഓഫ് ഓട്ടോണോമി. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രൊഫഷൻ. ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രൊഫഷൻ ആണ്. ഈ ടേംസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. കണ്ടിന്യൂസ് പ്രൊഫഷൻ ആണ്, കോഗ്നിറ്റീവ് ആക്ടിവിറ്റി ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് മേ ബി ക്രൂഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ് ആർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് തന്നു കഴിഞ്ഞാൽ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ടീച്ചിങ് ഇസ് ആൻ ആർട്ട് ആസ് വെൽ ആസ് സയൻസ്. ഇറ്റ്സ് ക്ലോസ്ലി റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ, ലേണിംഗ് ആൻഡ് ട്രെയിനിങ്. ഓക്കെ, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സോഷ്യൽ സർവീസ്. ഇന്നത്തെ കാലഘട്ടത്തിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു ബിസിനസ് ആണ്. അതേസമയം സത്യം പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സോഷ്യൽ സർവീസ്. ഒരാൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുക എന്നത് ഒരു സോഷ്യൽ സർവീസ് ആണ്. ആൻഡ് ഹാസ് ഡിഫറെന്റ് ലെവൽ ഓഫ് ടീച്ചിങ്, ഡിഫറെന്റ് ലെവൽസ് ഓഫ് ടീച്ചിങ് ഉണ്ട്. ഇനി ഒരു അധ്യാപനത്തെ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ, അതായത് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. Following are the factors that affect the process of teaching. Educational qualification ടീച്ചിങ് പ്രൊഫഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതായത് കേട്ടറ്റ് എക്സാം എഴുതി പാസ്സായവർക്ക് മാത്രമാണ് ഗവൺമെന്റ് സ്കൂളുകളിൽ ടീച്ചർ ആവാൻ സാധിക്കുന്നത്. അതുപോലെ MBA, MCA, ഓരോ പ്രൊഫഷനും അതിൻ്റെതായ ഒരു ക്വാളിഫിക്കേഷൻ വെക്കുന്നുണ്ട്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഓക്കെ, advocate skills are required for a teacher to carry his work effectively. ഒരുപാട് സ്കിൽ ആവശ്യമാണ് ഒരു ടീച്ചിങ് പ്രൊഫഷൻ. ദെൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സിന്, ഒരു 10-50 വർഷമൊക്കെ ടീച്ചിങ് സർവീസിലുള്ള ഒരു അധ്യാപകന് ഒരു സ്റ്റുഡന്റ്, അതായത് അദ്ദേഹത്തിന് പുസ്തകത്തിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ഇതുപോലെ ഒരു സ്ലൈഡ്സിന്റെ ആവശ്യം ഉണ്ടാവില്ല, നോട്ട്സിന്റെ ആവശ്യം ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അദ്ദേഹത്തിന്റെ അകത്ത് തന്നെ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന് ഒരു ചോക്ക് പീസ് മാത്രം മതിയായിരിക്കും സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ. സോ എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് ബെറ്റർ ഹാൻഡിൽ ദ സ്റ്റുഡൻസ് ക്വറീസ് ആൻഡ് ക്ലാസ് റൂം മാനേജ്മെന്റ്. അപ്പോൾ ഇവിടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ക്ലാസ് റൂം എൻവയോൺമെന്റ് should support the teaching learning environment and the teacher plays a vital role in handling this activity. ഇത്രയുമാണ് ഒരു ടീച്ചിങ്ങിന്റെ ഒരു ഔട്ട്ലൈൻ. ടീച്ചിങ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണിത്. ഇനി മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. If a child can't learn the way we teach, we should teach the way we learn. അതായത് നമ്മൾ പഠിപ്പിക്കുന്ന, ഇപ്പൊ ഞാൻ പറയുന്ന ആ ഒരു വേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എങ്കിൽ
നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിക്കുക എന്നതാണ് എന്റെ ദൗത്യം, അതായത് ഒരു ടീച്ചറുടെ ദൗത്യം. വി ഷുഡ് ടീച്ച് ദ വേ ദേ ലേൺ. ഓക്കെ, സ്റ്റുഡൻസ് എങ്ങനെ പഠിക്കുന്നുവോ ആ രീതിയിൽ പഠിപ്പിക്കുക. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ ഓഫ് ടീച്ചിങ് ഉണ്ടായിരിക്കും. അത് എല്ലാ സ്റ്റുഡൻസിനും ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് വരില്ല. ചില സ്റ്റുഡൻസിന് വളരെ സ്പീഡായിട്ട് ക്ലാസ്സസ് എടുക്കുമ്പം വലിയ കുഴപ്പമില്ലാതെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കാം. അതേസമയം ചില സ്റ്റുഡൻസിന് വളരെ സ്ലോ ആയിട്ട് ഓരോ ടേംസും എടുത്തു പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കേണ്ടി വരും. ഓക്കെ, സോ അത് ഒരു ടീച്ചർ മനസ്സിലാക്കിയിരിക്കണം. അതായത് സ്റ്റുഡന്റിന്റെ ക്യാരക്ടർ ആൻഡ് ബിഹേവിയർ ഒരു സ്റ്റുഡന്റ് മനസ്സിലാക്കിയിരിക്കണം. ഈ ഒരു കോട്ട് പറഞ്ഞത് ഇഗ്നാഷ്യോ എസ്ട്രാഡൻ എന്ന് പറയുന്ന ഒരു സ്കോളറാണ്. സോ ഈ ഒരു കോട്ട് ചോദിക്കണമെന്ന് ഇല്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ ഓർത്തു വെക്കുക. To make the learning efficient and effective and to attain the desired learning outcome, teacher has a number of methods at his disposal to select from. ഒരുപാട് മെത്തേഡുകളുണ്ട്. ഒരു ക്ലാസ് റൂം എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒരുപാട് മെത്തേഡുകളിലൂടെയാണ് ടീച്ചിങ് പ്രൊഫഷൻ നടത്തുന്നത്. സോ അതില് ഒരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ലാർജ് ഗ്രൂപ്പ് ടീച്ചിങ് മെത്തേഡ്സ് ആണ്. ലാർജ് ഗ്രൂപ്പ് ടീച്ചിങ് മെത്തേഡ്സിൽ വരുന്നതാണ് ലെക്ചേഴ്സ്, ടീം ടീച്ചിങ്, TV ഓർ വീഡിയോ പ്രസന്റേഷൻ. ഈ ഓരോ ടേംസും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. സ്മാൾ ഗ്രൂപ്പ് ടീച്ചിങ് മെത്തേഡ്സ് ഉണ്ട്. അത് ഗ്രൂപ്പ് ഡിസ്കഷൻസ്, സെമിനാർ, പാനൽ ഡിസ്കഷൻ, ബ്രെയിൻ സ്റ്റോമിംഗ്, പ്രോജക്ട് മെത്തേഡ്, ട്യൂട്ടോറിയൽസ്, സിമുലേഷൻ, ഡെമോൺസ്ട്രേഷൻ. ഇതൊക്കെ ഒരു സ്മാൾ ഗ്രൂപ്പ് ടീച്ചിങ് മെത്തേഡ്സ് ആണ്. അതേസമയം ഇൻഡിവിജ്വലൈസ്ഡ് ടീച്ചിങ് മെത്തേഡ്സ് ഉണ്ട്. ഇൻഡിവിജ്വലൈസ്ഡ് ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കുന്ന ട്യൂട്ടോറിയൽസ്, അസൈൻമെന്റ്സ്, നമുക്ക് സ്കൂളുകളിൽ നിന്നൊക്കെ ധാരാളം അസൈൻമെന്റുകൾ കിട്ടിയിട്ടുണ്ടാകാം, പ്രോജക്ട് വർക്കുകൾ ഉണ്ടായിരിക്കാം. ഇതൊക്കെ നമ്മളുടെ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതേസമയം ഇവിടെ സ്മാൾ ഗ്രൂപ്പ് ടീച്ചിങ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് കൊടുക്കുന്ന സെമിനാർ, അതൊക്കെ ഒരു ഗ്രൂപ്പിനാണ് കൊടുക്കുക. ഓക്കെ, ദെൻ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലേണിംഗ് ഒക്കെ ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ടീച്ചിങ് മെത്തേഡ് ആണ്. അപ്പോൾ ഈ ഒരു ലാർജ് ഗ്രൂപ്പ് ടീച്ചിങ് മെത്തേഡ് എന്താണ്, ഇൻഡിവിജ്വലൈസ്ഡ് ടീച്ചിങ് മെത്തേഡ് എന്താണ്, സ്മാൾ ഗ്രൂപ്പ് ടീച്ചിങ് മെത്തേഡ്സ് എന്താണ്, അത് മനസ്സിലാക്കിയിരിക്കണം. സോ ഇവിടെ ട്യൂട്ടോറിയൽസ് എന്ന കോമൺ വേർഡ്, അതായത് സ്മാൾ ഗ്രൂപ്പ് ടീച്ചിങ് മെത്തേഡ്സിലും ഇൻഡിവിജ്വലൈസ്ഡ് ടീച്ചിങ് മെത്തേഡ്സിലും ഈ ട്യൂട്ടോറിയൽസ് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇന്ററാക്റ്റീവ് വീഡിയോ, ഓപ്പൺ ലേണിംഗ്, പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ, ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയതായിട്ട് ഒരു കാര്യം കണ്ടെത്തുക, ഒരു റിസർച്ച് ചെയ്ത് എടുക്കുക, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുക, അതൊക്കെ ഒരു ഹ്യൂറിസ്റ്റിക് മെത്തേഡാണ്. അതൊക്കെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു മെത്തേഡാണ്. ഓക്കെ, ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ലാർജ് ഗ്രൂപ്പ് മെത്തേഡിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് ലെക്ചർ മെത്തേഡാണ്. എന്താണ് ലെക്ചർ മെത്തേഡ്? ലെക്ചർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ സിറ്റുവേഷൻസ് വിത്ത് സ്കേഴ്സ് റിസോഴ്സസ്, നമുക്ക് വളരെ റെയർ ആയിട്ട് റിസോഴ്സസ് ഒന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ ലെക്ചർ മെത്തേഡിന് ഒരു ഷോർട്ടേജ് ഓഫ് ടൈം വരികയാണെങ്കിൽ, ഒരു ഷോർട്ടേജ് ഓഫ് ടൈം വരികയാണ്, നമുക്കൊരു കാര്യം പഠിച്ചെടുക്കാൻ ഇത്തരത്തിലുള്ള സ്കേഴ്സിറ്റീസ് ഉണ്ടാവുകയാണെങ്കിൽ ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത് മാത്രമാണ് ഇറ്റ്സ് ആൻ ഓൺലി വേ. ബിഫോർ പ്രാക്ടീസിങ് എനിത്തിങ് തിയറിറ്റിക്കൽ നോളജ് മസ്റ്റ് ബി ബിൽഡ്. ലെക്ചർ മെത്തേഡ് ഹെൽപ്സ് ഹിയർ. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, ഒരു അറിവിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക, അത് ഒരാൾ പറഞ്ഞു തരുമ്പോഴാണ് അതൊരു കുറച്ചുകൂടെ ആ സ്റ്റുഡന്റിന് മനസ്സിലാവുക. This method is economical as it can cover large audience. ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത് വളരെ, അതായത് ഒരു ടീച്ചറിന് തന്നെ ഒരു 100 സ്റ്റുഡൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമായിരിക്കും. സോ ഈ മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് കവർ ലാർജ് ഓഡിയൻസ് ആൻഡ് ഇറ്റ് ഇസ് എക്കോണമിക്കൽ. ഇറ്റ് ഗിവ്സ് the flexibility of adapting the lecture according to time and equipment available. നമ്മൾക്ക് കിട്ടുന്ന ഒരു സമയവും ആ ഒരു equipmentഉം വെച്ച് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ലെക്ചർ കൊടുക്കാൻ സാധിക്കും. കൂടാതെ ഈ ഒരു ലെക്ചർ മെത്തേഡിൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പാസീവ് ലിസണേഴ്സ് ആയിരിക്കും. പാസീവ് ലിസണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാർജ് ഓഡിയൻസിന്റെ ഇടയിൽ, അതായത് നമുക്കിപ്പോ ഒരു 100-120 പേര് ഇരിക്കുന്ന സമയത്ത് ഒരു ലെക്ചർ ക്ലാസ് എടുക്കുകയാണെങ്കിൽ സ്റ്റുഡൻസിന് പാസീവ് ആവാനേ സാധിക്കുകയുള്ളൂ. കാരണം അവിടെ ആക്റ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് മൊത്തം ശബ്ദമാവും, കൂടാതെ ക്ലാസ് മൂവ് ഓൺ ആവില്ല. സോ സ്റ്റുഡൻസ് ബിക്കം പാസീവ് ലിസണേഴ്സ്. സോ ടീച്ചേഴ്സ് ഹാസ് ടു മേക്ക് എക്സ്ട്രാ വേ എഫേർട്ട്.
മേക്ക് ഇറ്റ് ടു വേ കമ്മ്യൂണിക്കേഷൻ. അതൊരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആക്കാൻ വേണ്ടി ഈ ഒരു ടീച്ചേഴ്സിന് വളരെ എഫേർട്ട് എടുക്കേണ്ട ഒരു സാഹചര്യം ലെക്ചർ മെത്തേഡിലുണ്ട്. ഓക്കെ, ഇവിടെ ഡെവലപ്പിംഗ് മെന്റൽ സ്കിൽസ് എന്ന് പറയുന്ന ഒരു കാര്യം ഈ ഒരു ലെക്ചർ മെത്തേഡ് കൊണ്ട് സാധിക്കില്ല. ഞാൻ പറഞ്ഞു ഓൾറെഡി വളരെ ലാർജ് ഓഡിയൻസ് ആയിരിക്കും. ആ ഓഡിയൻസിൽ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ സ്റ്റുഡൻസിന്റെ അടുത്തേക്കും ടീച്ചർക്ക് എത്താൻ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് ഇവിടെ ഈ ഒരു മെത്തേഡ് ഇറ്റ്സ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഡെവലപ്പിംഗ് മെന്റൽ സ്കിൽസ്. അപ്പോൾ മെന്റൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉണ്ടായിരിക്കാം. അത് ഏതാണെന്ന് നോക്കാം. ലെക്ചർ മെത്തേഡ് എത്രയാണ് ഉള്ളത്? ലെക്ചർ മെത്തേഡ് കഴിഞ്ഞാൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടീം ടീച്ചിങ് മെത്തേഡാണ്. ടീം ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുമ്പം ഇതിൽ ദിസ് 2 or more teachers are involved. ഇവിടെ 2 അതിലധികമോ ടീച്ചേഴ്സ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. പ്ലാനിങ്, എക്സിക്യൂട്ടിംഗ്, ഇവാലുവേറ്റിംഗ് ദ ലേണിംഗ് എക്സ്പീരിയൻസസ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്. ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന്റെ ലേണിംഗ് എക്സ്പീരിയൻസസിനെ പ്ലാനിങ്, എക്സിക്യൂട്ടിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് ചെയ്യുന്നത് 2 അതിലധികമോ ടീച്ചേഴ്സ് ആയിരിക്കും. കൂടാതെ ഈ ഒരു സ്റ്റുഡൻസിന് ഇതിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. കൂടാതെ ഇതിന്റെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഫൈൻഡിങ് ടീച്ചേഴ്സ് വിത്ത് സ്പെഷ്യൽ കോമ്പറ്റൻസീസ് ഇസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. സോ അത് കൂടാതെ പ്ലാനിങ്ങിനും ഷെഡ്യൂളിങ്ങിനും കൂടുതൽ ടീച്ചേഴ്സിനെ ആവശ്യം വരുന്ന ഒരു ഘട്ടം കൂടി ഈ ടീം ടീച്ചിങ് മെത്തേഡിൽ വരും. അതേസമയം TV ഓർ വീഡിയോ പ്രസന്റേഷൻ, ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ക്ലാസ് ആണ്. നിങ്ങൾക്ക് സ്ലൈഡ്സ് വഴിയാണ് ഞാൻ ഈ ക്ലാസ്സസ് തരുന്നത്. സോ ഇവിടെ ടീച്ചിങ് എയ്ഡ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ലൈഡുകളാണ്. സോ ഈ ഒരു മെത്തേഡ് എന്ന് പറയാൻ ഇപ്പോൾ ഒരു കോവിഡ് ടൈമിൽ അല്ലെങ്കിൽ ഫ്ലഡ് ടൈമിലൊക്കെ എഡ്യൂക്കേഷൻ ഒരു വലിയൊരു ചലഞ്ചായി മാറിക്കൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും വെർച്വലി ഹോൾ വേൾഡിനെ ഒരു ക്ലാസ് റൂമിനുള്ളിൽ കൊണ്ടുവരികയാണ് ഉണ്ടായത്. സ്ക്രീനിങ് ഓഫ് വീഡിയോ പ്രസന്റേഷൻ is followed by a discussion or task. അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ് ഒരു ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ ഒരു വീഡിയോ പ്രസന്റേഷൻ എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് സ്മാൾ ഗ്രൂപ്പിംഗ് ടീച്ചിങ് മെത്തേഡ്സ്. ഇവിടെ ഇതും വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇവിടെ ഗ്രൂപ്പ് ഡിസ്കഷൻ വരുന്നുണ്ട്. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുമ്പം ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു ഇഷ്യൂ, ഒരു പ്രോബ്ലം അത് തന്ന് ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് ആ ഒരു കണ്ടന്റ് കൊടുക്കും. അവരത് പ്ലാൻഡ് ആയിരിക്കാം, പാർട്ട്ലി പ്ലാൻഡ് ആയിരിക്കാം, അൺപ്ലാൻഡ് ആയിരിക്കാം. ആ ഒരു വിഷയത്തെക്കുറിച്ച് അവർ ഡിസ്കസ് ചെയ്യണം. സോ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഒരു വിഷയത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് കണ്ടന്റ്സ് വരും. സോ ഇവിടെ ക്വാളിറ്റിയേക്കാൾ കൂടുതൽ ഒരു ക്വാണ്ടിറ്റി ഓഫ് കണ്ടന്റിനെയാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ വേർബലായിട്ടും നോൺ വേർബലായിട്ടുള്ള സ്കില്ലുകളെ എൻഹാൻസ് ചെയ്യാൻ ഈ ഒരു ടൈപ്പ് ഓഫ് ഡിസ്കഷന് സാധിക്കും. അതർവൈസ് സെമിനാർ ഒരു ഗ്രൂപ്പ് ഡിസ്കഷന്റെ ഭാഗമാണ്. സ്മാൾ ടീച്ചിങ് ഗ്രൂപ്പ് ടീച്ചിങ് മെത്തേഡാണ്. സെമിനാർ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് കൊടുക്കാം. ഇൻഡിവിജ്വലിയും സെമിനാർ ചെയ്യുന്ന ആളുകളുണ്ട്. ഈ ഒരു സെമിനാറിന്റെ മെയിൻ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് പേപ്പർ, presentation of paper and discussion on it. In this, presentation skills of trainee get enhanced and group leadership develops. ഇതൊരു ടൈം കൺസ്യൂമിംഗ് ആണ് ആൻഡ് ക്യാൻ സ്ട്രെസ് ടു പാർട്ടിസിപ്പൻസ്. ഒരു സെമിനാർ ഒരു 1 to 2 hours ഒക്കെ ഒരു സെമിനാർ കേൾക്കുക എന്ന് പറയുന്നത് ഒരു ടൈം കൺസ്യൂമിംഗ് കൂടിയാണ്. പാർട്ടിസിപ്പൻസിന് അതിൽ കുറച്ച് സ്ട്രെസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ പാനൽ ഡിസ്കഷൻ. ഇത് വേർഡ് ബൈ വേർഡ് അല്ലെങ്കിൽ ഓരോ ടോപ്പിക് ബൈ ടോപ്പിക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു നോട്ട്സ് ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇതിൽ ഡിഫിക്കൽട്ട് എന്ന് തോന്നുന്ന വേർഡ്സ് മാത്രം ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. കാരണം നമുക്ക് ടൈം ഒരു പ്രശ്നമാണല്ലോ. 1 month അല്ലേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് മെത്തേഡ് ബ്രെയിൻ സ്റ്റോമിംഗ് മെത്തേഡ്. ഇത് ഓൾറെഡി എല്ലാവർക്കും അറിയാം. ഒരു given ടോപ്പിക്കിൽ ലാർജ് നമ്പർ ഓഫ് ഐഡിയാസ് ആർ പ്രൊഡ്യൂസ്ഡ് ക്വിക്ലി ബൈ എ ഗ്രൂപ്പ്. ഇവിടെ മുമ്പ് പറഞ്ഞ പോലെ ക്വാണ്ടിറ്റി ഓഫ് ഐഡിയ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ക്വാളിറ്റി. ക്വാളിറ്റിയേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് ഐഡിയാസിനാണ് ഇവിടെ മോർ ഇമ്പോർട്ടൻസ്. കൂടാതെ ഇറ്റ് എൻകറേജസ്
trainers to be creative and produce, think and explore ideas. Okay, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is a possibility of some trainees being reluctant to participate. Okay, അതേസമയം നെക്സ്റ്റ് മെത്തേഡ് ആണ് പ്രോജക്റ്റ് മെത്തേഡ്. ഇതെന്ന് പറയുന്നത് this is individualized or a small group instruction. In this, students explore and experience their environment. Emphasis is on experimental learning rather than rote learning and memorization. And the student will develop critical thinking and working in teams. Project method individualized ആയിട്ടും small group instructions ആയിട്ടും ഒക്കെ നടത്തുന്ന ഒരു സംഭവമാണ് project method. Next, role playing, then simulation, then demonstration method. Demonstration method എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോഡക്റ്റിനെ കുറിച്ച് ഡെമോ ഒക്കെ കാണിച്ചു തരുന്ന ടൈപ്പ് ഒരു ടീച്ചിങ് ഉണ്ടല്ലോ, that type of teaching. Doing and learning from concrete to abstract. അതായത് ഒരു ഡിസ്പ്ലേ, നമ്മൾ പല പ്രോഡക്ട്സിനെ കുറിച്ചും നമുക്കൊരു ഡെമോ കാണിക്കാറുണ്ട്, അത്തരത്തിലുള്ളതാണ് ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്. അതുപോലെ ഇതൊരു ഓഡിയോ വിഷ്വൽ എക്സ്പ്ലനേഷനും ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ ഇവിടെ സിമുലേഷൻ എന്ന് പറയുമ്പം ട്രെയിനിങ് ഓഫ് ആസ്ട്രോനോട്ട്സ് ഫോർ ഗംഗയാൻ മിഷൻ, അതൊക്കെ ഒരു സിമുലേഷൻ മെത്തേഡാണ്. സിമുലേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് വരുന്നത്, സിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, കൃത്രിമം എന്നൊക്കെ പറയും. ദിസ് ട്രെയിനിങ് ഇസ് പ്രൊവൈഡഡ് അണ്ടർ ക്രിയേറ്റഡ് കണ്ടീഷൻസ്, അതായത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കണ്ടീഷൻസ് ആണ്. ആക്ച്വൽ കണ്ടീഷൻസിനോട് സിമിലർ ആവുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസിനെയാണ് സിമുലേഷൻ എന്ന് പറയുക. അതായത് ഗംഗയൻ മിഷനിന് വേണ്ടിയിട്ട് ആസ്ട്രോനോട്ട്സിനെ ട്രെയിനിങ് ചെയ്യിക്കുക, ഒരു അതിനെയാണ് സിമുലേഷൻ എന്ന് പറയുക. ഓക്കെ, അത്തരത്തിലുള്ള ഒരു ടീച്ചിങ് മെത്തേഡ് ഉണ്ട്. ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡ്സ്. In most part of our country, traditional methods of teaching are prevalent. The teacher explains the concepts using chalk and blackboard. അതായത് ഒരു ഇന്റർനെറ്റിന്റെ ലഭ്യതയ്ക്ക് മുൻപുള്ള ഒരു ടീച്ചിങ് മെത്തേഡാണ് ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡ്സ്. അതെന്ന് പറയുമ്പം ടീച്ചർ ഇസ് ദ ഓൺലി സോഴ്സ് ഓഫ് നോളജ്. Teacher is the only source of knowledge there, and students are asked to write the content that is dictated by the teacher. All the focus here is to pass the examination. Advantages of traditional teaching methods are, it is not as expensive as a modern teaching method. Okay, so therefore good for students living in rural areas. Rural areas ലുള്ള ടീച്ചർ സ്റ്റുഡൻസിന് വളരെ നല്ലതായിരുന്നു ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡ്. അതുപോലെ തന്നെ ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ് ഫോം എ സ്ട്രോങ് ബോണ്ടിങ് ബിക്കോസ് ദേ ആർ ഇന്ററാക്ടിങ് ഡെയിലി ബേസിസ്. അന്നത്തെ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡിൽ ടീച്ചർ സ്റ്റുഡൻറ് തമ്മിൽ ഒരു സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടായിരിക്കും. പക്ഷെ മോഡേൺ ടീച്ചിങ് മെത്തേഡിൽ അത് സാധ്യമല്ല. കാരണം ഒരു ഓൺലൈൻ ക്ലാസ്സസ് ഓൾ ഇന്ത്യ ലെവലിൽ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിൽ നിന്നൊക്കെയുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. മേ ബി അവർ തമ്മിൽ കാണുന്നുണ്ടാവില്ല. ഇപ്പോൾ നമ്മളുടെ വി ആർ ടേക്കിംഗ് ആസ് ആൻ എക്സാമ്പിൾ, നമ്മൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നതുണ്ട്, പക്ഷേ നമ്മൾ നേരിട്ട് കാണുന്നില്ല. കൂടാതെ ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ നമുക്കിടയിൽ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടാകില്ല. ഇവിടെ ഡിസിപ്ലിൻ ക്യാൻ ബി മെയിൻറ്റെയിൻഡ്. And some subjects like physics, chemistry, maths need explanations which can be understood through blackboard only. Okay, അതായത് മാത്സ്, ഫിസിക്സ്, ഇപ്പോൾ നമ്മുടെ ലോജിക്കൽ റീസണിങ് ക്ലാസ്സസ് തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുമ്പോൾ ഇത്തരത്തിൽ സ്ലൈഡ് വഴി ആ ക്ലാസ്സസ് നൽകാൻ സാധിക്കുകയില്ല. അതിന് ചിലപ്പോൾ എനിക്ക് ബോർഡ് യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു മാത്സ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നു, അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഇതുപോലെ ഒരു തിയറി ബേസിസ് പോലെ അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നമുക്ക് അതിനെ കൺവേ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡിൽ ഒരു ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്ത് ചെയ്യുന്ന ദാറ്റ്സ് ദ കറക്റ്റ് വേ. ഓക്കെ, ടെക്നിക്കൽ നോളജ് ഈസ് നോട്ട് നീഡഡ്. അന്നത്തെ കാലത്ത് ടെക്നിക്കൽ നോളജിന്റെ ആവശ്യമില്ല. ഒരു
സ്കിൽ ഉണ്ടായാൽ മതി, ടീച്ചിങ് എന്നൊരു കല ഉണ്ടായാൽ മതി. ടെക്നിക്കൽ നോളജ് അവിടെ ആവശ്യമില്ല. ഒരു ബ്ലാക്ക് ബോർഡും ഒരു ചോക്കും, that's enough. No harm to the eyes of a child, unlike modern teaching method. ഒരു കോവിഡ് ടൈമിലൊക്കെ ഫുൾ ടൈം കുട്ടികളൊക്കെ പൂർണ്ണമായിട്ടും മൊബൈലിന് അഡിക്റ്റഡ് ആയിരുന്നു. ഇപ്പോൾ അതിൽ നിന്നും അവരെ മാറ്റിയെടുക്കാൻ വേണ്ടി പാരന്റ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അന്ന് ക്ലാസ്സസ് എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് കുട്ടികളെല്ലാം, അതായത് LKG കുട്ടികൾ തുടങ്ങി വലിയ ക്ലാസ്സസ്, അത് പിന്നെ പറയേണ്ടതില്ല, LKG കുട്ടികൾ അടക്കം മൊബൈൽസ് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ അവർക്ക് അതൊരു ഹരമായി മാറി. ഇപ്പോൾ അവരതിൽ അഡിക്റ്റഡ് ആയി. പക്ഷേ പണ്ടത്തെ കാലത്ത് അല്ലെങ്കിൽ ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നേ ഇല്ല. സോ ദാറ്റ്സ് എൻ അഡ്വാൻറ്റേജ്. കൂടാതെ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ചോക്ക് ആൻഡ് ടോക്ക് മെത്തേഡ് ആണ്. സോ ഇത് നിങ്ങൾ ഓർത്തിരിക്കണം, ഈ ഒരു വേർഡ്. ചോക്ക് ആൻഡ് ടോക്ക് മെത്തേഡ് ഈസ് ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ടീച്ചിങ്. ടീച്ചർ സെൻട്രിക് ക്ലാസ് റൂം ആയിരിക്കും. ഇവിടെ ടീച്ചർ ആയിരിക്കും മെയിൻ. Teachers are knowledge dispensers only. Then strictly controlled and organized classroom ആയിരിക്കും. No problem solving and group learning sections. The importance is given to clearing exam rather than grasping knowledge. പക്ഷേ ഇതൊരു ഡിസഡ്വാൻറ്റേജ് എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം. കാരണം ഒരു എക്സാം ക്ലിയർ ചെയ്യുക എന്നല്ലാതെ ഒരു നോളജിനെ ഗ്രാസ്പ് ചെയ്യുക എന്നൊരു കൺസെപ്റ്റ് ഇവിടെ വരുന്നില്ല. എഡ്യൂക്കേഷൻ ഇസ് ഹോംവർക്ക് ബേസ്ഡ്. ഒരു അന്നത്തെ കാലത്ത് ഒരുപാട് ഹോംവർക്ക്സ് കൊടുത്തായിരിക്കും കുട്ടികൾ വീട്ടിൽ വന്ന് ഹോംവർക്ക് ചെയ്യുക, എക്സാം പാസ്സാവുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ആബ്സെൻസ് ഓഫ് ആക്ടിവിറ്റി ടു ഷാർപ്പൻ ദ മൈൻഡ്സ് ഓഫ് സ്റ്റുഡൻസ്. ഇവിടെ ഒരു കുട്ടികളുടെ മൈൻഡിനെ ഷാർപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ആബ്സെൻസ് ഓഫ് ആക്ടിവിറ്റി ഈ ഒരു മെത്തേഡിലുണ്ട്. ഓക്കെ. അതേസമയം മോഡേൺ ടീച്ചിങ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു. In the 21st century we have seen the introduction of modern teaching methods and more in 2020 due to our COVID-19 pandemic. Okay. Students taught in a manner which is technology driven. It requires creative and innovative minds. The new teaching method, which we call the modern teaching method, is more actively based and centers the learner's mind, which involves them entirely into the process of learning. In the modern teaching method, curriculum teaching and planning are done, keeping the learner as the primary target. ഇവിടെ primary target എന്ന് പറയുന്നത് learner ആണ്. And traditional method of teaching teacher centric ആണെങ്കിൽ മോഡേൺ ടീച്ചിങ് മെത്തേഡ് സ്റ്റുഡൻറ് സെൻട്രിക് ആണ്. മോഡേൺ ടീച്ചിങ് മെത്തേഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ അതൊരു, ഞാൻ പറഞ്ഞു, ലേണർ സെൻറ്റേർഡ് ആണ്. ഇറ്റ് ഫോക്കസസ് ഓൺ ലേണേഴ്സ് ഡ്യൂറിങ് ലബോറട്ടറി ലെക്ചേഴ്സ് ഓർ ഡ്യൂറിങ് ക്ലാസ് റൂം. ഇവിടെ ടീച്ചർ എന്ന് പറയുന്നത് ഒരു ഗൈഡ് മാത്രമാണ്. സോ പക്ഷേ ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡിൽ ടീച്ചർ എന്ന് പറയുന്നത് ഒരു ഓൺലി സോഴ്സ് ആണ് എങ്കിൽ ഇവിടെ ടീച്ചർ ഒരു ഗൈഡ് ആയിട്ടാണ് മാറുന്നത്. ഇൻ ക്ലാസ് റൂം ഇന്ററാക്ഷൻ ലേണർ അപ്പിയേഴ്സ് ആസ് ഡോമിനേറ്റർ. ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത് ലേണർ ആണ്. ദെൻ ടാസ്ക് ബേസ്ഡ് ഓർ ആക്ടിവിറ്റി ബേസ്ഡ് ആണ് ഈ ഒരു മോഡേൺ ടീച്ചിങ് മെത്തേഡ്. സ്റ്റുഡൻസ് ആർ എൻഗേജ് ടു ലേൺ ത്രൂ ടാസ്ക്. ഒരുപാട് ടാസ്കുകൾ കൊടുത്ത് അത് കംപ്ലീറ്റ് ചെയ്യുക എന്നൊരു രീതിയിലേക്കാണ് വരുന്നത്. കൂടാതെ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ക്ലാസ് റൂം ത്രൂ ദീസ് ഇന്ററാക്റ്റീവ് ആക്ടിവിറ്റീസ്. ഇതൊരു റിസോഴ്സ് ബേസ്ഡ് ആണ്. A teacher is resourceful here. Teacher collect and distribute study material to the students so that they understand the topic clearly. The resource can be collected from anywhere, from a school environment or other places. Learner can be a source to bring study material or resources from their end. ഇവിടെ ടീച്ചർ നോട്ട്സ് കൊടുക്കാം, ടീച്ചർ കൊടുത്തില്ല എങ്കിൽ ലേണർക്ക് നോട്ട്സ് ഉണ്ടാക്കാം. ഗൂഗിൾ, യൂട്യൂബ്, ഒരുപാട് സാധ്യതകളുണ്ട്. ലേണർക്ക് സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാം, റിസോഴ്സസ് ഉണ്ടാക്കാം. ഓക്കെ. ഈ ഒരു ടീച്ചിങ് മെത്തേഡ് വെരി ഇന്ററാക്റ്റീവ് ഇൻ നേച്ചർ ആണ്. ടീച്ചർ ആസ്ക് ദി സ്റ്റുഡൻസ് ടു ഫോം സ്മാൾ ഗ്രൂപ്പ്സ് ടു പെർഫോം ലേണിംഗ് ടാസ്ക്. ഇവിടെ സ്റ്റുഡൻസ് പരസ്പരം നോളജ് ഗ്യാദർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക്. കൂടാതെ സ്റ്റുഡൻസ് വർക്ക് വിത്ത് ഈച്ച് അതർ ആൻഡ് ദെർഫോർ ഡെവലപ്സ് എ സെൻസ് ഓഫ് കോഓപ്പറേഷൻ. ഇവിടെ ഒരു കോഓപ്പറേഷൻ ക്രിയേറ്റ് ആവുകയാണ്, ഡെവലപ്പ് ആവുകയാണ്. Then integrative in nature ആണ് modern teaching method. Teacher link topics of one subject, അതായത് social science topics like
domestic violence, drug use, pollution, safety of women, food distribution, crime, etc. ഇത് നമുക്ക് കണക്ട് ചെയ്ത് സംസാരിക്കാൻ സാധിക്കും. This makes the subject interesting and integrating. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലിങ്ക് ചെയ്ത് സംസാരിക്കുമ്പോൾ, ഒരു ടോപ്പിക്സിനെ മറ്റൊരു ടോപ്പിക്കുമായി ലിങ്ക് ചെയ്ത് സംസാരിക്കുമ്പം ക്ലാസ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആകുന്നു, ഇന്റഗ്രേറ്റിംഗ് ആകുന്നു. സ്റ്റുഡൻസ് ത്രൂ ദിസ് മെത്തേഡ് ഗെയിൻ നോളജ് ഓഫ് മോർ ടോപ്പിക്സ്. അതായത് ഒരു വിഷയം പഠിക്കുന്നതിന്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ ലിങ്ക് ചെയ്യുമ്പോൾ അതെല്ലാം അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടി ഇവിടെ ഒരുങ്ങുകയാണ്. സോ they are grasping more knowledge from modern teaching method. Okay. ഇനി മോഡേൺ ടീച്ചിങ് മെത്തേഡിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പം അതൊരു കോഗ്നേറ്റീവ് തിങ്കിങ് സ്കിൽസ് ക്രിയേറ്റ് ആവുന്നു. കൂടാതെ ബ്രിങ്ങിങ് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ഇൻ ടു ലൈഫ് എന്ന് പറഞ്ഞാൽ focuses more on the core thinking abilities and hence activates the perfect mechanism of the prefrontal cortex. ഈ prefrontal cortex എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ best explored advantage of this modern teaching techniques ആണ്. ഓക്കെ, ഇനി എക്സ്പ്ലോറിംഗ് തിങ്സ്, ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സാധ്യത, ദെൻ ഒരുപാട് ആപ്ലിക്കേഷൻ ബേസ്ഡ് സ്കിൽസ് ഡെവലപ്പ് ആവുന്നു, ദെൻ കൊളാബറേറ്റീവ് ലേണിംഗ്, then students help each other to achieve desired results. അങ്ങനെ ഒരുപാട്, then spaced learning, flipped classroom. Flipped classroom എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ in this method of teaching, the teaching procedure takes place in a flipped manner. Here the students study new content or material at home and practice the same at school. അതായത് കുട്ടി ഓൾറെഡി സ്കൂളിൽ വീട്ടിൽ നിന്നും അത് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് അതൊരു ഇൻഫോർമൽ ടീച്ചിങ് വഴിയോ അല്ലെങ്കിൽ ഒരു പറഞ്ഞല്ലോ ഇപ്പോൾ ടെക്നിക്കലി ഒരുപാട് സാധ്യതകൾ വരുന്നത് കൊണ്ട് കുട്ടികൾക്ക് ഒറ്റയ്ക്ക് തന്നെ എല്ലാം കണ്ടുപിടിച്ച് അവർ പഠിക്കുന്നു, അത് തന്നെ സെയിം അവിടെ പോയി പ്രാക്ടീസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം. ദെൻ സെൽഫ് ലേണിംഗ് ഒരു സിസ്റ്റം. ഇപ്പൊ നിങ്ങൾ എല്ലാവരും സെൽഫ് ലേൺഡ് സ്റ്റുഡൻസ് ആണ്. നിങ്ങൾ ഒരു ഗൈഡിനെ, അതായത് ഞാൻ നിങ്ങൾക്കൊരു ഗൈഡ് മാത്രമാണ്, നിങ്ങൾ സെൽഫ് ലേണിംഗ് ചെയ്യാണ്. ആൻഡ് സെൽഫ് സ്റ്റഡി, നമ്മൾ ഒരു ഒറ്റയ്ക്ക് തന്നെ നോട്ട്സിനെ എല്ലാം കളക്ട് ചെയ്തിട്ട് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യാണ്. Okay, then gamification. Teaching through great games is one of the best teaching methods that has been in use under modern teaching ways. IQ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് ഗെയിംസ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഗെയിമിഫിക്കേഷൻ ഒക്കെ കുട്ടികളുടെ കൂടുതൽ സ്കില്ലുകളെ അപ്ഗ്രേഡ് ചെയ്യാൻ നല്ലതാണ്. പസിൽസും ക്വിസസും ബ്രെയിൻ ഗെയിംസും ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ഇതൊക്കെ മൊബൈലിൽ തന്നെ കുട്ടികൾക്ക് ഇന്ന് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ക്ലാസ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ് എന്ന് നോക്കാം. A classroom consists of a group of student and a teacher. ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസും ഒരു ടീച്ചറും അടങ്ങിയിട്ടുള്ള ഒരു സ്പേസ് ആണ് ക്ലാസ് റൂം. In which the teaching process is carried on. അവിടെ നടക്കുന്ന ഒരു ടീച്ചിങ് പ്രോസസ് ആണ്. Here the student learns from the teacher, or can also say that a classroom is a learning area. Teaching process carried on ആണ്, കൂടാതെ അതൊരു ലേണിംഗ് ഏരിയ കൂടിയാണ്. Classrooms are found from preschools to universities. Here the learning takes place without any interruption by the external environment. സോ ഒരു കൊഹറന്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഇവിടെ ക്രിയേറ്റ് ആവുകയാണ് ക്ലാസ് റൂമിലൂടെ. ക്ലാസ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ടീച്ചിങ് പ്രോസസ്സ് നടക്കുന്നു, കൂടാതെ ഒരു ലേണിംഗ് ഏരിയ കൂടിയാണ്. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇന്ററപ്ഷൻസും അവിടെ നടക്കുന്നില്ല. സോ വളരെ ടീച്ചറും സ്റ്റുഡൻസും തമ്മിലുള്ള ഇന്ററാക്ഷൻസും ഒരു നല്ലൊരു സ്പേസ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്ലാസ് റൂംസ് എന്ന് പറയുന്നത്, ക്ലാസ് റൂം എൻവയോൺമെന്റ് ഡെവലപ്സ് എ സെൻസ് ഓഫ് ഇൻക്ലൂഷൻ എമംഗ് ലേണേഴ്സ്. Then classroom develops life skills among learner. Okay, here classroom develops a sense of inclusion among learners, and classroom develops life skills among learner. Okay, then classroom, one second. Classroom helps in the development of skills of social coexistence among learners. Classrooms helps in preparing responsible citizens for the future. So classroom environment എന്ന് പറയുന്നത് ഒരു സെൻസ് ഓഫ് ഇൻക്ലൂഷൻ ആണ്. അതായത്
ഒരു എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ഇടം അങ്ങനെ പറയാം. ദെൻ അവിടെ ഒരു സ്കിൽസ് ഉണ്ടായിരിക്കും, ലൈഫ് സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യുന്ന സ്ഥലം, അതൊക്കെയാണ് ക്ലാസ് റൂം. Classroom process includes the thinking, feelings, commitments, actions of teachers and students within the classroom or learning situation, as well as the interaction patterns and descriptions of the learning environment that result from those interactions. So classroom എന്താണ് എന്ന് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്ത ഒരു സ്പേസ് ആണ് ക്ലാസ് റൂം. ടീച്ചർ ബിഹേവിയർ, ഒരു ടീച്ചറുടെ പെരുമാറ്റം എങ്ങനെയൊക്കെ ആയിരിക്കണം, എങ്ങനെയൊക്കെ ആവരുത് എന്നൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും നമ്മൾ പഠിക്കുന്നത്. ടീച്ചറുടെ ബിഹേവിയർ എന്ന് പറയുന്നത് പ്ലാൻഡ് ആയിരിക്കണം, ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ സാധിക്കണം, മാനേജ്മെന്റ് ചെയ്യാൻ സാധിക്കണം. സോ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെസൺ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നതിനെ, ആ ഒരു ബിഹേവിയറിനെ പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്താം. പ്ലാനിങ് കൺസിസ്റ്റ് ഓഫ് ഓൾ ദ ആക്ടിവിറ്റീസ് എ ടീച്ചർ മൈറ്റ് ക്യാരി ഔട്ട് ടു ഗെറ്റ് റെഡി to interact with the students in the classroom. ഒരു സ്റ്റുഡൻസുമായി ഒരു ക്ലാസ് റൂമിൽ ഇന്ററാക്ട് ചെയ്യുന്നതിന് മുൻപ് എന്തൊക്കെ ചെയ്യണം എന്നൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവരുടെ ലേണിംഗ് പ്രോസസ്സിന് വേണ്ടി കൃത്യമായ ഒരു ഡയറക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ്, വളരെ പേർപ്പസ്ഫുൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ സാധിക്കുന്ന ഒരു ടീച്ചർ ആയിരിക്കണം. കൂടാതെ സ്റ്റുഡന്റിന്റെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മാനേജ്മെന്റ് ബിഹേവിയർ ടീച്ചർക്ക് ഉണ്ടാകണം. ഇനി സ്റ്റുഡൻസിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ ആക്ഷൻസ് എ സ്റ്റുഡന്റ് വുഡ് മേക്ക് ഇൻ ദ ക്ലാസ് റൂം. ഒരു ക്ലാസ് റൂമിൽ ഒരു സ്റ്റുഡന്റ് എന്തൊക്കെ ചെയ്യുന്നുവോ അതെല്ലാം ഒരു സ്റ്റുഡന്റ് ബിഹേവിയറിൽ ഇൻക്ലൂഡ് ആവുന്നു. ദേ ഇൻക്ലൂഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് വേരിയബിൾ കോൾഡ് അക്കാഡമിക് ലേണിംഗ് ടൈം. അക്കാഡമിക് ലേണിംഗ് ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ടൈം സ്റ്റുഡൻസ് ഇസ് സക്സസ്ഫുള്ളി കവറിംഗ് കണ്ടന്റ്സ് ദാറ്റ് വിൽ ബി ടെസ്റ്റഡ് സബ്സിക്വന്റ്ലി. അതായത് ഒരു ക്ലാസ് റൂമിൽ ഒരു അക്കാഡമിക് ഇയർ കഴിയുന്നത്, നമുക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ആ ഒരു ടൈമിങ്ങിൽ ഒരു സ്റ്റുഡന്റ് ചെയ്യുന്ന എന്തൊക്കെ എല്ലാ ആക്ഷൻസും ഈ ഒരു അക്കാഡമിക് ലേണിംഗ് ടൈമിൽ ഉൾപ്പെടുത്തും. സോ നമ്പർ ഓഫ് ടൈം സ്റ്റുഡൻസ് ആർ സക്സസ്ഫുള്ളി കവറിംഗ് കണ്ടന്റ്സ് ദാറ്റ് വിൽ ബി ടെസ്റ്റഡ് സബ്സിക്വന്റ്ലി. Student behavior consists of 3 separate variables. സ്റ്റുഡന്റിന്റെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് 3 separate variables ആണ്. ഒന്ന് കണ്ടന്റ് ഓവർലാപ്പ്, എൻഗേജ്ഡ് ടൈം, സക്സസ്. കണ്ടന്റ് ഓവർലാപ്പ് എന്ന് പറയുന്നത് the percentage of content covered on the test out of what was actually covered by students. So ഒരു കണ്ടന്റ് എത്ര പെർസെൻറ്റേജോളം ഒരു കണ്ടന്റിനെ സ്റ്റുഡന്റ് ഗ്രാസ്പ് ചെയ്തു എന്ന അതിനെ ഒരു ബിഹേവിയർ ആണ്. ദെൻ എൻഗേജ്ഡ് ടൈം, ഇറ്റ് ഇസ് ദ ടൈം ഓഫ് നമ്പർ ഓഫ് ടൈം സ്റ്റുഡൻസ് ഇസ് ആക്റ്റീവ്ലി ഇൻവോൾവ്. ഒരു ലേണിംഗ് പ്രോസസ്സിൽ ആ സ്റ്റുഡൻസ് എത്ര സമയം അല്ലെങ്കിൽ എത്ര നേരം ഇരുന്നു എന്ന ആ ഒരു എൻഗേജ്ഡ് ടൈം ഒരു സ്റ്റുഡന്റ് ബിഹേവിയറിനെ കാണിക്കും. ഇപ്പോൾ ചില സ്റ്റുഡൻസിന് ഒരു ക്ലാസ് പകുതി ആകുമ്പോഴേക്കും ബെല്ലടിക്കുന്നുണ്ടോ എന്ന് ആലോചിച്ചിരിക്കുന്നുണ്ടാവും. സോ ഇതൊക്കെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ബിഹേവിയറിന്റെ ഭാഗമാണ്. ദെൻ സക്സസ്, ഇറ്റ് ഈസ് ദ എക്സ്റ്റെന്റ് ഓഫ് ടൈം ഇൻ വിച്ച് സ്റ്റുഡൻസ് അക്യുറേറ്റ്ലി കംപ്ലീറ്റ് ദ അസൈൻമെന്റ്സ് ദേ ഹാവ് ബീൻ ഗിവൺ. ഓക്കെ, ഈ പോയിന്റ്സ് എല്ലാം ഞാൻ ജസ്റ്റ് റീഡ് ഔട്ട് ചെയ്ത് പോകുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു നോട്ട്സ് ഞാൻ തരും, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തരും. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സസ് കൊണ്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഓക്കെ. അതുകൂടാതെ ഈ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് വൈസ് ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ടാകും. അപ്പോൾ കുറച്ചുകൂടെ ഈ ടേംസ് ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആവും. Other classroom factors are that affect learner achievements are as follows. Classroom atmosphere and morale. Opportunity is given to students to engage in leadership roles and so on. Teachers' classroom behavior has a direct influence on the students' classroom behavior. So, ഇതൊന്നും കാര്യമായിട്ടൊന്നുമില്ല. ടീച്ചിങ് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ലെക്ചർ മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, പ്രോബ്ലം സോൾവിങ് മെത്തേഡ്. പ്രോബ്ലം സോൾവിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് മെത്തേഡ് ഓഫ് സെർച്ചിങ് ഫോർ ഇൻഫോർമേഷൻ ആണ്. ദെൻ ഇൻക്വയറി മെത്തേഡ്. ഇൻക്വയറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് അവർക്ക് അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു അവസരം നൽകുക.
അതാണ് ഇൻക്വയറി മെത്തേഡ്. സർവേ പോലുള്ള കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിനെ കൊണ്ട് നടത്തുന്നത് ഒരു ഇൻക്വയറി മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ്. ദെൻ അപ്രോച്ചസ് ടു ടീച്ചിങ്. ടീച്ചിങ് അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് കൺസെപ്റ്റ്സ്, ബിലീഫ് അല്ലെങ്കിൽ ഐഡിയാസ് എന്തിനെ പറ്റി, ദ നേച്ചർ ഓഫ് ലേണിംഗ് which is translated into the classroom. When a teacher has a long-term plan of action designed to achieve a particular goal, it becomes a strategy. ടീച്ചേഴ്സിന്റെ ഒരു ടൈപ്സ് ഓഫ് അപ്രോച്ചസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അവരുടെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ലേണർ സെന്റേർഡ് അപ്രോച്ച് ഉണ്ടായിരിക്കാം. Then teacher-centered approach, matter-centered approach, teacher-dominated approach, interactive approach, banking approach, integrated approach. ഈ ഒരു പേരുകൾ കേൾക്കുമ്പോൾ തന്നെ എന്താണെന്ന് മനസ്സിലാവും. ലേണർ സെന്റേർഡ് എന്ന് പറയുമ്പോൾ സ്റ്റുഡന്റ്, അതായത് സ്റ്റുഡന്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു അപ്രോച്ച്. In this method considers learners as also a source of information. ഈ ഒരു അപ്രോച്ചിൽ ഇൻഫോർമേഷന്റെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ടീച്ചർ മാത്രമല്ല, ലേണറും കൂടി ഇവിടെ ഉൾപ്പെടും. അതേസമയം ടീച്ചർ സെന്റേർഡ് അപ്രോച്ച് എന്ന് പറയുമ്പം ടീച്ചർ ഇസ് ഇൻ ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ടീച്ചിങ്, വൈൽ ഇവിടെ ലേണേഴ്സ് പാസീവ് ആയിരിക്കും, ഇവിടെ ആക്റ്റീവ് ആയിരിക്കുന്നത് ടീച്ചേഴ്സ് ആയിരിക്കും. Receptive mode listening as the teacher teaches. Matter centered approach എന്ന് പറയുമ്പോൾ when subject matter, അതായത് ഒരു വിഷയം, എന്ത് വിഷയമാണ് അതായിരിക്കും അവിടെ മാറ്റർ. ഓക്കെ, സബ്ജക്റ്റ് മാറ്റർ സെന്റേർഡ് അപ്രോച്ച് എന്നും ഇതിനെ പറയും. കൂടാതെ ടീച്ചർ ഡോമിനേറ്റഡ് പറയാനല്ലോ, അവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ടീച്ചർ ആയിരിക്കും. ഇന്ററാക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുമ്പം സ്റ്റുഡൻറ് ടീച്ചർ ഇന്ററാക്ഷൻ. ദെൻ ബാങ്കിങ് അപ്രോച്ച് എന്ന് പറയുമ്പം ടീച്ചർ ഒരു നോളജിനെ, ഇവിടെ മണിക്ക് ഒരു ബാങ്കിൽ പൈസ അടയ്ക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നോളജ് ആണ്. അതായത് വളരെ കാലിയായിട്ടുള്ളത്, പ്രത്യേകിച്ച് തലയ്ക്ക് അല്ല അങ്ങനെ പറയരുത്, deposits knowledge into the empty minds of students. Okay, that is the banking approach. Then integrated approach. Here teacher integrates or synthesizes his knowledge from different discipline in his teaching, or learners are to given such opportunities. Then constructivist approach, disciplinal approach, collaborative approach, direct teaching, indirect approach, individualistic approach. ഈ ഒരു പോയിന്റ്സ് ഒക്കെ ഓർത്തു വെക്കണം. അതൊക്കെ ഒരു ചിലപ്പം മാച്ച് ദ ഫോളോയിങ് പോലെയോ അല്ലെങ്കിൽ റീസൺ അസേർഷൻ അങ്ങനെയുള്ള ഒരു റിലേറ്റഡ് ക്വസ്റ്റ്യനോ ഒക്കെ ആയിട്ട് വരാം. ഓക്കെ, സോ ഈ ഒരു ടേംസ് നിങ്ങൾ ഓർത്തിരിക്കണം. നെക്സ്റ്റ്, meaning of learning activities. Learning activities and meaning. During the teaching learning process, for engaging students in a task which has the capability to link them with the real world is called as learning activities. അതായത് ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ടൈമിൽ റിയൽ വേൾഡ്, അതായത് ഇപ്പൊ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ, റിയൽ വേൾഡിൽ നടക്കുന്ന സംഭവങ്ങളും ഒരു സബ്ജക്റ്റിലെ മാറ്ററും കൂടി ലിങ്ക് ചെയ്തിട്ട് സംസാരിക്കുന്നതിനെയാണ് ഒരു റിയൽ ലേണിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയാം. ഈ ലേണിംഗ് ആക്ടിവിറ്റീസ് ഇൻസൈഡ് ദ ക്ലാസ് റൂം ഉണ്ട്. രണ്ട് ടൈപ്പ് ലേണിംഗ് ആക്ടിവിറ്റീസ് ആണുള്ളത്. അതിലൊന്ന് ഇൻസൈഡ് ദ ക്ലാസ് റൂം ആണ്, ആക്ടിവിറ്റീസ് ഇൻസൈഡ് ദി ക്ലാസ് റൂം. These are the activities which a teacher employs inside the classroom. They are verbal question, case study, cooperative learning, group processing. Verbal question എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ question take up at the end of the topic or at the end of one section. ഒരു സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനെയാണ് verbal question എന്ന് പറയാം. ഓക്കെ, അതേസമയം കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this learning is enabled by comparing and contrasting through concrete examples. Okay. Cooperative learning എന്ന് പറഞ്ഞാൽ this learning can be done in groups for solving a problem given by the teacher. ഒരു ഗ്രൂപ്പിലാണ് ഈ ഒരു കോപ്പറേറ്റീവ് ലേണിംഗ് പറഞ്ഞാൽ പരസ്പരം കോപ്പറേറ്റീവ് ആയിട്ട് ഇരിക്കുക, അത്ര തന്നെ.
ഒരു പ്രോബ്ലം ഒരു ടീച്ചർ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഗ്രൂപ്പിലായിട്ട് എല്ലാവരും കൂടി ചേർന്നിരുന്ന് ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നു. ദാറ്റ് ഇസ് ദ കോപ്പറേറ്റീവ് ലേണിംഗ്. ഗ്രൂപ്പ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് ഇവാലുവേഷൻ ഓഫ് ടീം functioning can be done and also agreeing to change. Next, learning conversation, relating theory to practice and vice versa. Then modeling. Modeling എന്ന് പറഞ്ഞാൽ and the learner is exposed to the subject content and the underpinning thinking working under an expert's guidance. അതേസമയം activity outside the classroom. Inside the classroom ആണ് ഇതൊക്കെ. Outside the classroom എന്ന് പറയുമ്പോൾ ഫീൽഡ് ട്രിപ്പുകൾ, സ്പോർട്സ് ഇവന്റ്സ്, ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു മ്യൂസിക്, ഡ്രാമ, സർവേസ്, ഇതിനൊന്നും എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ഇതൊക്കെയാണ് ആക്ടിവിറ്റീസ്, ലേണിംഗ് ആക്ടിവിറ്റീസ് ഇൻസൈഡ് ദ ക്ലാസ് റൂം ആൻഡ് ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം. ഓക്കെ. ഡിസ്കോഴ്സ് ആസ് എ മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പ്രഭാഷണം അല്ലെങ്കിൽ ഒരു പ്രസ്താവിക്കുക, പ്രസംഗം എന്നൊക്കെയാണ് പറയുക. ഇനി നമുക്ക് ഈ ഒരു വേർഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. Discourse is the language that teachers and students use to communicate with each other in the classroom. ഒരു ക്ലാസ് റൂമിൽ സ്റ്റുഡൻസും ടീച്ചേഴ്സും തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഭാഷ, ആ ഭാഷയാണ് ഇവിടെ ഡിസ്കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ശരിക്കും ഡിസ്കോഴ്സ് എന്നൊരു വേർഡ് പ്രഭാഷണം, പ്രസ്താവന എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അതേസമയം ടീച്ചേഴ്സും സ്റ്റുഡൻസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഷയാണ് ഇവിടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ യൂസ് ചെയ്യുന്നത്. ഡിസ്കോഴ്സ് ഈസ് ആൻ ഓർഡർ ഓഫ് ബിഹേവിയർ ആൻഡ് ദ പ്രോസസ് ഓഫ് എക്സ്റ്റെൻഡിങ് ആൻ ഐഡിയ ഇൻ ടു ടെക്സ്റ്റ്. അതൊരു ഓർഡർ ഓഫ് ബിഹേവിയർ ആണ്. കൂടാതെ ഒരു ഐഡിയനെ ടെക്സ്റ്റിലോട്ട് മാറ്റിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയും ഡിസ്കോഴ്സ് എന്ന് വിളിക്കാം. ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈവ് ലാംഗ്വേജ് ആണ്. ഡിസ്കോഴ്സ് പ്രോസസ് ക്യാൻ ബി ക്രിയേറ്റഡ് ഫ്രം ദ ടെക്സ്റ്റ്, ബട്ട് വൺ നീഡ്സ് പെർസെപ്ഷൻ and intuition in order to throw light movement that once existed. Discourse covers 3 aspects of text interpretation. 3 തരത്തിലുള്ള ടെക്സ്റ്റ് ഇന്റർപ്രിട്ടേഷൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടെക്സ്റ്റ് ഇന്റർപ്രിട്ടേഷൻ. സെമാന്റിക്, സിന്റാക്റ്റിക്, പ്രാഗ്മാറ്റിക്. ഓക്കെ. ഈ ഒരു 3 പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെമാന്റിക് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനിൽ നമുക്കൊരു സെമാന്റിക് നോയ്സ് ഉണ്ട്. അത് തന്നെയാണോ ഇവിടെ എന്ന് നോക്കാം. സെമാന്റിക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സ് മീനിങ്. സെമാന്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മീനിങ് ഇൻ എ ലാംഗ്വേജ് ഓർ ലോജിക്. അതേസമയം സിൻഡാക്റ്റിക് എന്ന് പറഞ്ഞാൽ ദിസ് ആസ്പെക്ട് ഇസ് മെയ്ഡ് അക്കോർഡിംഗ് ടു സിൻഡാക്സ്. ദെൻ പ്രാഗ്മാറ്റിക് is based upon practical consideration rather than theoretical consideration. Okay. So ഇതൊരു മീനിങ്, അർത്ഥത്തെ ബാധിക്കുന്നു സെമാന്റിക് എന്ന് പറയുമ്പോൾ. സിൻഡാക്റ്റിക് എന്ന് പറയുമ്പോൾ സിൻഡാക്സുമായി ബന്ധപ്പെട്ടതാണ്. സിൻഡാക്സ് എന്ന് പറഞ്ഞാൽ ഒരു വാക്യം അല്ലെങ്കിൽ ഒരു പദവിന്യാസം എന്നൊക്കെ പറയില്ലേ, അതാണ് സിൻഡാക്സ്. അതേസമയം പ്രാഗ്മാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ It is based upon practical consideration rather than theoretical consideration. ഒരു തിയറി കേട്ടിട്ട് കൺസിഡർ ചെയ്യുന്നതല്ല, ഇവിടെ ഒരു പ്രാവർത്തികമായ പ്രാക്ടിക്കലായ ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ these are the 3 aspects of text interpretation. Interpretation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാചകം അതിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുക, അതായത് ഒരു അക്ഷരം അല്ലെങ്കിൽ ഒരു വിശദീകരിക്കുക. ഓക്കെ, വിശദീകരിക്കുക. ദെൻ ലേണേഴ്സ്. ഇനി ലേണേഴ്സിനെ കുറിച്ച് നോക്കാം. ലേണേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ്. A learner is someone who is learning about a particular subject or how to do something. ഒരു ലേണർ ആരാണ്? നിങ്ങളൊക്കെ ലേണേഴ്സ് ആണ്. ഒരു സബ്ജക്റ്റ്, പർട്ടിക്കുലർ സബ്ജക്റ്റിനെ പഠിക്കുന്നു. ദെൻ how to do something, അത് എങ്ങനെ ചെയ്യാം എന്നതിനെ മനസ്സിലാക്കുന്നു. അതായത് ലേണിംഗ് ക്യാൻ ടേക്ക് പ്ലേസ് വിത്തൗട്ട് ടീച്ചിങ്. ടീച്ചിങ് ഇല്ലാതെ തന്നെ ലേണിംഗ് നടക്കും, പക്ഷേ ടീച്ചിങ് ക്യാൻ നോട്ട് ഹാപ്പൻ വിത്തൗട്ട് സം ഫോം. ഈ ഒരു വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ്. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ലേണിംഗ് ക്യാൻ ടേക്ക് പ്ലേസ് വിത്തൗട്ട് ടീച്ചിങ്, ബട്ട് ടീച്ചിങ് ക്യാൻ നോട്ട് ഹാപ്പൻ വിത്തൗട്ട് സം ഫോം ഓഫ് ലേണിംഗ്.
ഇത് ശരിയാണോ തെറ്റാണോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു പോയിന്റിൽ വന്നിട്ടുണ്ട്. The learner can learn even in the absence of the teacher, but a teacher is required for students. According to Smith, teaching is a set of activities that induce learning. Okay, ഈ ഒരു വേർഡും ഓർത്തിരിക്കണം. Then ഇനി ടീച്ചർ സെന്റേർഡ് സ്ട്രാറ്റജി. ടീച്ചർ സെന്റേർഡ് സ്ട്രാറ്റജിയിലും വരുന്നത് ലെക്ചർ മെത്തേഡ്, ടീം ടീച്ചിങ്, TV or media presentation. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി മിക്സഡ് സ്ട്രാറ്റജിയിൽ വരുന്നത് അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഗ്രൂപ്പ് ഡിസ്കഷൻ, ബ്രെയിൻ സ്റ്റോമിംഗ് മെത്തേഡ്, പ്രോജക്റ്റ് മെത്തേഡ്. ഓക്കെ, മറ്റ് റോൾ പ്ലേയിങ് മെത്തേഡും സിമുലേഷനും നമ്മൾ മുകളിൽ കണ്ടു, നമ്മൾ ആദ്യം പഠിച്ചു. അതേപോലെ തന്നെ സ്റ്റുഡൻറ് സെന്റേർഡ് സ്ട്രാറ്റജിയിൽ അസൈൻമെന്റ്സ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കേസ് സ്റ്റഡി, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ദെൻ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലേണിംഗ്. കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേര് പോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രസന്റ് ദ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ ആൻഡ് മോണിറ്റർ ലേണിംഗ് ദാറ്റ് ടേക്സ് പ്ലേസ്. ഹ്യൂറിസ്റ്റിക് മെത്തേഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു റിസർച്ച് ആണ്. ഈ ഒരു മെത്തേഡ് കണ്ടുപിടിച്ച ആളെ നമ്മൾ പറഞ്ഞില്ല, ആംസ്ട്രോങ്, ഡോക്ടർ H.E. ആംസ്ട്രോങ് ആണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഡിസ്കവർ ചെയ്തത്. ഇറ്റ്സ് ആൻ അപ്രോച്ച് ടു പ്രോബ്ലം സോൾവിംഗ് learning discovery that employs a practical method. Okay, then ഇനി ടീച്ചിങ് എയ്ഡ്സ്. ചില ടീച്ചിങ് എയ്ഡ്സിനെ കുറിച്ച് നോക്കാം. ടീച്ചിങ് എയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന requirements എന്തൊക്കെയാണ്? Teaching aids are the aids used by the facilitator or a teacher in the classroom to make his or her teaching effective and easy so that the students can be understood easily. So different types of teaching aids ഉണ്ട്. Teaching aids എന്ന് പറയുമ്പോൾ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സ് ആണ്. ബെറ്റർ ലേണിങ്ങിനും റിട്ടൻഷനും റീകോൾ, തിങ്കിങ്, റീസണിങ്, പേഴ്സണൽ ഗ്രോത്ത്, ഡെവലപ്മെന്റ്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സ്റ്റുഡൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എയ്ഡ് ആണ് ടീച്ചിങ് എയ്ഡ്സ്. സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് ബെറ്റർ ആൻഡ് ഇൻ ലെസ്സർ ടൈം വിത്ത് ദിസ്. ടീച്ചിങ് എയ്ഡ്സ് കൊണ്ട് സ്റ്റുഡൻസിന് കൂടുതൽ കാര്യങ്ങൾ, അതായത് വെറുതെ ഒരു ടീച്ചർ നിന്ന് കുറേ നേരം സംസാരിച്ചു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിന് അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ ആ സമയത്ത് ഒരു ബ്ലാക്ക് ബോർഡോ ചോക്കോ വെച്ച് ഒരു ടെക്സ്റ്റ് ബുക്ക് വെച്ച് എഴുതി സംസാരിച്ച് അല്ലെങ്കിൽ ഒരു പിക്ചർ കാണിച്ച് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആ കാര്യം കൂടുതൽ ഒരു പിക്ചറൈസ് ചെയ്ത് സ്റ്റുഡൻറ്റിന് പഠിക്കാൻ സാധിക്കും. സോ അത്തരത്തിലുള്ള ഹെൽപ്പിംഗ് എയ്ഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബെനിഫിറ്റ്സ് ഓഫ് ടീച്ചിങ് എയ്ഡ്സ് എന്തൊക്കെയാണെങ്കിൽ സ്റ്റുഡൻസ് റിറ്റെയിൻ ദ കൺസെപ്റ്റ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഒരു ഇമേജ് വെച്ച് ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ സ്റ്റുഡൻറ്റിന് അത് ഓർത്തെടുക്കാൻ സാധിക്കും. ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇസ് മോണോട്ടോണസ്. Therefore, teaching aids helps to break this monotony. Monotonous എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു okay, the traditional method of teaching is monotonous. അതായത് അന്നത്തെ കാലഘട്ടത്തിലെ ടീച്ചിങ് എന്ന് പറയുന്നതിനൊക്കെ ഒരേ രീതിയാണ് അല്ലെങ്കിൽ ഒരുപോലെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ജസ്റ്റ് ക്ലാസ്സിൽ ടീച്ചർ വരുന്നു, ബ്ലാക്ക് ബോർഡിൽ എന്തൊക്കെ എഴുതുന്നു, കുട്ടികൾ അതെല്ലാം പകർത്തി എഴുതുന്നു, ടീച്ചർ ചോദ്യം ചോദിക്കുന്നു. ഒരു സെയിം ആയിട്ട് ഒരു യുണീക്ക് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടല്ല, ഒരു മൊണോട്ടോണി, അതന്നെ മൊണോട്ടോണി എന്ന വേർഡ് തന്നെയാണ് കറക്റ്റ്. അതായത് ഒരേ താളത്തിൽ എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് മോണോട്ടോണി എന്നൊരു വേർഡ് കൊണ്ട് യൂസ് ചെയ്യുന്നത്. ടീച്ചിങ് എയ്ഡ്സ് മോട്ടിവേറ്റ് സ്റ്റുഡൻസ്. Better learning takes place because it supplements the verbal instruction and method of teaching. It provides variety to students, therefore keeping them interested in teachers. Okay, then ഇവിടെ ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് നമുക്ക് പഠിക്കുന്ന ടോപ്പിക് എങ്ങനെയാണ് ഒരു ഓൺലൈൻ മെത്തേഡ് ഓഫ് ടീച്ചിങ്ങും ഓഫ്ലൈൻ മെത്തേഡ് ഓഫ് ടീച്ചിങ്ങും ഡിഫറെൻ്റ് ആയിരിക്കുന്നത്. അത് നമ്മളുടെ ഈ ഒരു ക്ലാസ് റിലേറ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഓഫ്ലൈൻ മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ സെൻറ്റേർഡ് ആണ് എങ്കിൽ ഓൺലൈൻ മെത്തേഡ് ഇസ് യൂഷ്വലി ലേണർ സെൻറ്റേർഡ് ആയിരിക്കും. ഓഫ്ലൈൻ മെത്തേഡ് ടീച്ചിങ് ഇസ് റെസ്ട്രിക്റ്റഡ് ടു 4 walls, ബട്ട് ഇൻ ദ ഓൺലൈൻ മെത്തേഡ് anyone from any part of the world could take part in the classes. ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ എന്ന് പറയുന്നത്
റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. പക്ഷേ ആർക്കും എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ക്ലാസ് എടുക്കാവുന്നതാണ് ഓൺലൈൻ ടീച്ചിങ്. സോ ഐ ആം ഡൂയിങ് ഓൺലൈൻ ടീച്ചിങ്. നിങ്ങൾ പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ടായിരിക്കും ക്ലാസ്സസ് കേൾക്കുന്നുണ്ടാവുക. സോ അത് നമുക്ക് ഒരു ഓഫ്ലൈൻ ടീച്ചിങ് സാധ്യമല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഓൺലൈൻ ടീച്ചിങ് നടത്തുന്നത്. അതുകൊണ്ട് എനിക്ക് പല സ്ഥലങ്ങളിൽ നിന്നും സ്റ്റുഡൻസിനെ ലഭിക്കുന്നു. ഓഫ്ലൈൻ മെത്തേഡ് ഓഫ് ടീച്ചിങ് ഹാസ് ഫിക്സഡ് ടൈമിങ്. അതിനൊരു ഫിക്സഡ് ടൈമിങ് ഉണ്ടാവും. കൃത്യസമയത്ത് ഒരു 9 to 5 അങ്ങനെയൊക്കെ ഒരു കൃത്യസമയം ഉണ്ടായിരിക്കും. അതേസമയം ഓൺലൈൻ ടീച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കൺവീനിയൻ്റ് ആയ ടൈമിൽ നമ്മൾക്ക് ഏത് സമയം വേണമെങ്കിലും ടീച്ചിങ് നടത്താം. അതുപോലെ സ്റ്റുഡൻസിനാണെങ്കിലും ആ ഒരു കൺവീനിയൻറ്റ് ടൈമിൽ ക്ലാസ്സസ് കേൾക്കാം. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സസും വേറൊരു ക്ലാസ് റൂമിൽ പോയി ഇരുന്ന് പഠിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ കമ്പയർ ചെയ്താൽ മതി. ഓക്കെ, നിങ്ങളൊരു ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ്. ഇത്ര ചെറിയ കാര്യങ്ങൾ ഇത്ര ഡീപ്പായിട്ട് വാസ്റ്റായിട്ട് പറയേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും വലിച്ചു നീട്ടി സംസാരിക്കുന്നത്. നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം. ഇതൊക്കെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമാണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന ചാപ്റ്ററിന്റെ ഔട്ട്ലൈൻ മാത്രമാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ചില പോയിന്റ്സ്, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ആദ്യത്തെ ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എത്രത്തോളം ഉപയോഗപ്രദമായി എന്ന് നിങ്ങൾ എന്നെ അറിയിക്കണം. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ കോൾ ചെയ്യാം, അല്ലെങ്കിൽ പേഴ്സണലി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. എന്ത് തരത്തിലുള്ള ഹെൽപ്പും എന്നിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് കോൾ ചെയ്ത് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം, ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഇല്ല നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് മനസ്സിലായില്ല, ആ ടോപ്പിക്കിന് വേണ്ടി വീണ്ടും ക്ലാസ്സസ് വേണമെങ്കിൽ ആവശ്യപ്പെടാം. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. മറ്റൊരു ക്ലാസ്സുമായിട്ട് നെക്സ്റ്റ് ഡേ, അതായത് അടുത്ത ദിവസം നമുക്ക് മറ്റു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.